കാസർഗോഡ് ജില്ലയിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കമ്മീഷൻ കാസർഗോഡ് കളക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ 62 പരാതികൾ പരിഗണിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമാണ് ജില്ലയിൽ പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നും കമ്മീഷൻ വിലയിരുത്തി. സാമ്പത്തിക തർക്കം വരുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷനിൽ പരാതി നൽകുന്നവരുണ്ട്. ഈ പ്രവണത വർദ്ധിച്ചു വരുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു. സാമ്പത്തിക തർക്കം വരുമ്പോൾ അത് സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയാണ് പല സാമ്പത്തിക തർക്കങ്ങൾക്കും. അപ്പൊ അത്തരം പരാതികൾ കമ്മീഷൻ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശോധന നടത്തും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നവുമായി കമ്മീഷന് മുമ്പായി എത്തുന്ന പരാതികൾ ഇപ്പം വളരെയധികം കൂടി വരികയാണ്. അത്തരം പ്രശ്നങ്ങളിൽ പെട്ടു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് തന്നെ ഒരുപാട് കേസുകൾ കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം ചെറിയ കുട്ടികളും ഉള്ളവരാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ കുട്ടികളെ അത് വല്ലാതെ ബാധിക്കുന്നതായിട്ട് കമ്മീഷൻ നോക്കിക്കാണുന്നു. ഇത്തരം കുടുംബ പ്രശ്നങ്ങളിലുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജില്ലയിലെ തീരദേശ മേഖലയിലെയും എൻഡോസൾഫാൻ മേഖലയിലെയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി ഇതിനകം പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേകമായി പഠനം നടത്തുന്നുമുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഈ മേഖലയിൽ കൂടുതൽ നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ തീരദേശങ്ങളിലും അതുപോലെ തന്നെ എൻഡോസൾഫാൻ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെയും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കമ്മീഷൻ ഒരു പഠനം നടത്തി വരികയാണ്. ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ തുടർച്ചയായി ഉണ്ടാവുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തെളിവെടുപ്പിൽ 62 കേസുകളാണ് കമ്മീഷൻ പരിഗണിച്ചത്. ഇതിൽ 17 പരാതികൾ തത്സമയം തീർപ്പാക്കി. 2 കേസുകൾ പോലീസ് റിപ്പോർട്ടിന് അയച്ചു. മറ്റ് 2 കേസുകൾ ജാഗ്രതാ സമിതിക്കും വിട്ടു. 25 പരാതികൾ അടുത്ത തെളിവെടുപ്പിലേക്ക് മാറ്റിവെച്ചു. കുടുംബ പ്രശ്നം, ഗാർഹിക പീഡനം, വഴിത്തർക്കം, അതിർത്തി തർക്കം തുടങ്ങിയ പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. വനിതാ സെൽ ASI ടി ശൈലജ, CPO ജയശ്രീ, കൌൺസിലർ രമ്യമോൾ, അഡ്വക്കേറ്റ് പി സിന്ധു തുടങ്ങിയവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.